സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന കഥകൾ നമ്മളോട് പറയുന്നത് അവിടുത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും ജാടയാണോ മോളൂസെ എന്ന വൈബിലാണ് വൈകുന്നേരം സന്ധ്യ മയങ്ങിയാൽ എന്നാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ ആരോപണം വന്നിരിക്കുന്നത്? മനു, വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പാലക്കാട് വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് ജനങ്ങളുടെ ഗ്രൂപ്പൊന്നുമല്ല, കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ KSUയുടെ അടക്കം ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളും തമ്മിലടിയും രൂക്ഷമായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പാലക്കാട് ഷാഫി പറമ്പിലിനും അതേപോലെ തന്നെ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവർക്കുമെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടുവന്നത് ഷാഫിയാണ്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പുകിലുകളുടെ എല്ലാ ചുമതലയും ഷാഫി വഹിക്കണമെന്ന ആരോപണമാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഇതുകൂടാതെ പാലക്കാട് ഷാഫി നോമിനിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിലുള്ളത്. അദ്ദേഹത്തിനെതിരെയും മുൻപ് ഉയർന്നു വന്ന ആരോപണങ്ങളടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ്. കാരണം മുൻപ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ അശ്ലീല മെസ്സേജുകൾ പോയിരുന്നു. അതടക്കം ഇപ്പോൾ വീണ്ടും ഒരു വിഭാഗം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ വാട്സപ്പ് സന്ദേശങ്ങളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നതും. പ്രധാനമായും ഈ ഗ്രൂപ്പ് എന്നത് അഡൽട്സ് ഓൺലി ഗ്രൂപ്പാണോ എന്ന തരത്തിലുള്ള ചർച്ചകളടക്കം കോൺഗ്രസിനകത്ത് നടക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരും തമ്മിലടിയുമാണ് പാലക്കാട്ടെ ഗ്രൂപ്പുകളിലും പാലക്കാട് ജില്ലയിലും നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ടല്ലോ, അത് ആരുടെ പേരിലാണ് ഇപ്പോൾ ആ ആക്ഷേപം വന്ന് കേൾക്കുന്നത് സച്ചിൻ? തീർച്ചയായും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ MP-യുമായിട്ടുള്ള ആളുടെ മകൾക്കടക്കം അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് തന്നെയാണ് പാലക്കാട് തൃത്താലയിൽ നിന്നുള്ള VT ബൽറാമിൻ്റെ പക്ഷക്കാർ ആരോപിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള തമ്മിലടിയിലേക്ക് എത്തിയെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചേർന്നിരുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് മണ്ഡലം കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളി നടന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളും തമ്മിലടിയുമാണ് പാലക്കാട്ടെ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെതിരെയും വലിയ വിമർശനങ്ങൾ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇവർക്ക് ഷാഫി പറമ്പിലിനും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള വഷളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് VD സതീശനാണ് എന്ന കാര്യമാണ് ഗ്രൂപ്പുകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. VT ബൽറാം പക്ഷമാണ് വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതേപോലെ തന്നെ ഷാഫിക്കെതിരെയുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ഗ്രൂപ്പിലെയും അതേപോലെ തന്നെ VT ബൽറാം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഗ്രൂപ്പും തമ്മിലായിരുന്നു കഴിഞ്ഞ ദിവസം വാക്കേറ്റവും കയ്യാങ്കളിയും തൃത്താലയിൽ ഉണ്ടായത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായതും പാലക്കാട്ടെ കോൺഗ്രസ് ആണ് മനു. കാരണം സംസ്ഥാന നേതൃത്വം രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രധാനമായും പാലക്കാട്ടെ ജനങ്ങളോട് കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്, കോൺഗ്രസ് നേതാക്കളാണ് മറുപടി പറയേണ്ടത്. അവരുന്നയിക്കുന്ന, അതായത് MLAക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും മറുപടി പറയേണ്ടത് അവരുടെ നാട്ടുകാരുടെയും അതേപോലെ തന്നെ പാലക്കാട്ടെ മണ്ഡലത്തിലെ വോട്ടർമാരുടെയും ചോദ്യങ്ങൾക്കെല്ലാം പാലക്കാട്ടെ കോൺഗ്രസ്സുകാരും പ്രവർത്തകരും മറുപടി പറയേണ്ടി വരും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ. അതിനാൽ തന്നെ വലിയൊരു പ്രതിസന്ധി, സംസ്ഥാന നേതൃത്വം MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ട എന്ന് പറയുമ്പോൾ പോലും പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ ഈ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ടി വരുമെന്ന വലിയ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് സച്ചിൻ. പുറത്തു വരുന്ന വിവരങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളൊരു കാര്യം ഓർത്തു നോക്കൂ, മുൻ MP, സ്വന്തം പാർട്ടിയുടെ നേതാവ്, ആ നേതാവിന്റെ മകൾക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ പുതുതായി കേൾക്കുന്നത്.